ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കുട്ടികളുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സൾഫർ പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാലത്തും കുഞ്ഞുങ്ങൾക്കല്ല, നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത കെമിക്കൽസാണ് ഇത് ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് അത്ര മോശം തുണിയാണ് ഈ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്ക് ഈ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് മാർക്കറ്റിൽ ചെന്നപ്പോഴാണ്. ഞെട്ടിയിട്ടുള്ളൊരു സംഭവം കണ്ടത്, പോപ്പീസ് എന്നുള്ള ബ്രാൻഡ് നെയിമിന് റിലയൻസ്, വിപ്രോ പോലുള്ള കമ്പനികൾ 400 കോടിയോളം രൂപ ഓഫർ ചെയ്തു എന്നുള്ളൊരു. ആളുകൾക്ക് ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ച് ശരിക്ക് ഇന്നത്തെ ആളുകൾ ശരിക്ക് അവെയർ അല്ല. ഏറ്റവും നല്ല സെയിൽസ്മാൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും 10ാം ക്ലാസ് മാത്രമാണ്. ഐശ്വര്യ റായ് 2019 അവരുടെ ഓഫീസിൽ ഞാൻ പോയി അവരുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പോപ്പീസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ വേണ്ടിയിട്ട്. യൂഷ്വലി എല്ലാ കമ്പനീസും IPO വഴി ലിസ്റ്റഡ് ആവുന്ന സമയത്ത് പോപ്പീസ് വേറൊരു കമ്പനി അക്വയർ ചെയ്തൊരു റിവേഴ്സ് മേജർ എന്നുള്ളൊരു സ്ട്രാറ്റജിയിലൂടെയാണ് ലിസ്റ്റഡ് ആവുന്നത്. ഇന്ത്യയിലൊക്കെ ബിഗ് ബ്രാൻഡിലെ ആളുകളെ കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, അത് ശരിക്ക് തെറ്റായൊരു, ശരിക്കും കരഞ്ഞു പോയി. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ചിന്തിച്ച് നോക്കുക, നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ വലിയൊരു സ്വപ്നം കൊണ്ടാണ് പോകുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഷോപ്പിലേക്ക് ഇനി നമ്മൾ എന്തായാലും ഓർഡർ ചോദിച്ചു വരില്ല. എന്നെങ്കിലും ഈ ഷോപ്പ് നമ്മളെ വിളിച്ച് ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ മാത്രമേ നമ്മൾ വരുള്ളൂ. കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നേരെ തിരുപ്പൂർ വരെ വളരെ ഈസിയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ ഷോപ്പ് കയറിയിട്ട് ഒരു വീഡിയോ ഇടുന്നു. ഈ വീഡിയോ കണ്ടുപോയിട്ട് ചതിക്കപ്പെടുന്നവരുണ്ട്. നമസ്കാരം, അശ്വിനാണ്. മലയാളീസ് പോഡ്കാസ്റ്റിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. ഒരു ജേർണലിസ്റ്റായി കരിയർ ആരംഭിച്ച് ആ മേഖല വിട്ട് 150 കോടി രൂപ റവന്യൂ ഉള്ള ഒരു ബിസിനസ് ഉണ്ടാക്കിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, പോപ്പീസ് ബേബി കെയർ. പോപ്പീസിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷാജു തോമസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. നമസ്കാരം. ഇപ്പോൾ പോപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 21 വർഷത്തോളമായി ഏകദേശം. ഇപ്പോൾ 20 വർഷത്തിന് മുന്നേ, തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു കാലഘട്ടം. സാർ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്ന് സാറ് പോകുന്നത് ഒരു ജേർണലിസം കരിയർ ബിൽഡ് ചെയ്യാനാണ്. സാധാരണ ഫാമിലി ബിസിനസ് വരുന്ന ആൾക്കാർ അത് വിട്ട് വേറെ റൂട്ട് പോകുന്നതൊക്കെ, അതും ഒരു കരിയർ റൂട്ടിൽ പോകുന്നതൊക്കെ വളരെ റെയറാണ്. സാർ എങ്ങനെയാണ് ആ ഒരു റൂട്ടിൽ എത്തിപ്പെടുന്നത്? എൻ്റെ വീട് നിലമ്പൂരാണ്. ഞങ്ങൾ ശരിക്കും ആദ്യകാല കുടിയേറ്റ കർഷകരാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനാണ്. ഞങ്ങൾ റബ്ബർ ബേസ് ചെയ്ത് റബ്ബറിൻ്റെ സംരംഭകരാണ്. അത് എൻ്റെ ഫാദർ MRFൻ്റെ സപ്ലയറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ കാണുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ എൻ്റെ ബ്ലഡിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. പടങ്ങൾ കാണാനും പടം വരയ്ക്കുന്നവർ, ഞാൻ വരയ്ക്കില്ല, പക്ഷേ അത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുത്തു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു സ്റ്റുഡിയോ, സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ, ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങി. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ, ഇപ്പോഴത്തെ +2 കഴിഞ്ഞ ഉടനെ ഞാൻ ഡിഗ്രി പഠിക്കുന്നതിനോട് കൂടെ എനിക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതായത് അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് സലിം കുമാറാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ചെറുപ്പം മുതലേ ഒരു ബിസിനസ്സിനോടോ അല്ലെങ്കിൽ കലയോടൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഫോട്ടോഗ്രാഫി മാത്രം പോരാ, പഴയകാല സിനിമകളെ കണ്ടിട്ടില്ലേ, ജേർണലിസ്റ്റ്, ഭയങ്കര വാർത്ത, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മമ്മൂട്ടിയുടെ വാർത്ത, അങ്ങനെയുള്ള ന്യൂഡൽഹി പോലുള്ള സിനിമകളൊക്കെ. അപ്പോൾ ഈ പത്രപ്രവർത്തനം ഭയങ്കര ഒരു പത്രമാണല്ലോ വലിയ കാര്യം. അപ്പം അങ്ങനെ അത് നമ്മുടെ ഒരു എന്താ, ചെറുപ്പം മുതലേ നമുക്കൊരു ഇൻസ്പിറേഷനാണത്. അതിങ്ങനെ കണ്ട് എനിക്ക് അങ്ങനെ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ജേർണലിസം ഡിപ്ലോമ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ് ഫോട്ടോഗ്രാഫി കൂടി ഉള്ളത്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടി. ആദ്യം ഞാൻ മംഗളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ മനോരമയിലെത്തി. അങ്ങനെ മനോരമയിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനങ്ങനെ എന്താ പറയുക, എനിക്കൊരു Yamaha 100cc ബൈക്ക് ഉണ്ട്. ഞാൻ അതുകൊണ്ട് അന്ന് കേരളത്തിൽ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല. ഒരു പത്രത്തിനൊരു അസൈൻമെൻറ്റ് കിട്ടുന്നതിനേക്കാളും ഉപരി അസൈൻമെൻറ്റ് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് വിത്ത് ഫോട്ടോ കൊണ്ടുവരും. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ച് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പക്ഷേ അതിനകത്ത് ഞാൻ ബിസിനസ് ഫാമിലി ആകുമ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം, നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിരിക്കാൻ വരുന്നത്, ഇതിനകത്തൊരു റിട്ടേൺസ് എന്നുള്ള സാധനം വളരെ കുറവാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പക്ഷേ അതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നമ്മൾ നടക്കുന്നതിനൊക്കെ നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഈ സ്റ്റുഡിയോ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവറൊക്കെ ചെയ്തിരുന്നു. അപ്പം ജേർണലിസം പാഷൻ ഭയങ്കരമായിട്ട് കൂടിയപ്പം അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു ബ്രാൻഡ് തുടങ്ങണമെന്നൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജേർണലിസം മേഖലയിൽ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവിടുന്ന് ബേബി കെയറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ചെറിയ ദൂരമല്ലല്ലോ, വലിയൊരു ദൂരമാണ്.
അപ്പോൾ എങ്ങനെയാണ് സാർ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നതും? പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് ജേർണലിസം മേഖലയിൽ തന്നെ ഇപ്പോൾ മനോരമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബെറ്റർ ഓഫർ വന്ന സമയത്ത് കൂടിയാണ് സാർ അത് ക്വിറ്റ് ചെയ്യുന്നത്. അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ എവിടുന്നാണ് വരുന്നത്? ഞാൻ ഈ ബിസിനസ് നമ്മുടെ ബ്ലഡിലുള്ളതുകൊണ്ട് പത്രപ്രവർത്തനത്തോടു കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലൊരു ബേബി ഷോപ്പിലൊരു ഇൻവെസ്റ്ററായിരുന്നു ഞാൻ. ഓക്കെ ഓക്കെ. ചെറിയൊരു ഇൻവെസ്റ്ററായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, എല്ലാവർക്കും ബ്രാൻഡുണ്ട്, എല്ലാത്തിനും ബ്രാൻഡുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്കൊരു ബ്രാൻഡില്ല. കുഞ്ഞുങ്ങൾക്ക് അന്നത്തെ സമയത്ത് ഒരു 2001, 2002 കുട്ടികൾക്കായിട്ടൊരു ബ്രാൻഡ് എസ്പെഷ്യലി ഇന്ത്യയിലില്ല. വേൾഡ് വൈഡ് ഒക്കെ വലിയ ബിഗ് ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ ഇന്ത്യയിലൊരു ബ്രാൻഡില്ല. അങ്ങനെ ഞാൻ അതിൽ ഈ കുഞ്ഞുടുപ്പുണ്ട്, കെട്ടുടുപ്പൊക്കെ കൊണ്ടുവന്ന് ഷോപ്പിൽ വെക്കുമ്പോഴേക്കും വിറ്റ് പോകുന്നതായിട്ട് ഞാൻ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ പോയി ഷോപ്പിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനമാണ് കുഞ്ഞുങ്ങളുടെ. ഒരു അപ് ടു 2 years ഡ്രസ്സ് എത്രയും പെട്ടെന്ന് വിറ്റ് പോകും. ഡെഡ് സ്റ്റോക്ക് വളരെ കുറവാണ്, പ്രൈസ് വളരെ കുറവാണ്. ആളുകൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്ന് ഈ ഡ്രസ്സ് വേണം, കുഞ്ഞുണ്ടായിട്ടുണ്ട്, ബോയ് ആണ് ഗേളാണ്, പെട്ടെന്ന് ഡ്രസ്സ് വേണം. അപ്പോൾ അത് അപ്പം തന്നെ വേറെ ചെയ്യാനുള്ള ഡ്രസ്സാണ്. മനസ്സിലായി. അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത്. ഒരു കുട്ടികൾക്കൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അതെ അതെ. ആ ഷോപ്പ് എപ്പോഴും ഉണ്ടോ? ആ ഷോപ്പ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റോഡ് വൈൻഡിങ്ങിൻ്റെ ഭാഗമായി ആ ഷോപ്പ് പോയി. അതുവരെ ഉണ്ടായിരുന്നു. ഞാനല്ലായിരുന്നു, എൻ്റെ പാർട്ണർ നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ജേർണലിസം വിട്ട് വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴും ഫാമിലിയുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു? ജേർണലിസ്റ്റ് അന്നത്തെ കാലത്ത് പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമറുള്ള, ഇന്ന് ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് ആ രംഗത്ത് ഒത്തിരി ആളുകളുണ്ട്. അന്ന് വളരെ റെയറായിട്ടാണ്. ഇപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറത്താണ് ഒരു പത്ര ഓഫീസുള്ള കാര്യമായിട്ട്. ഒരു പത്രപ്രവർത്തനൊക്കെ അത്ര ആരാധനയോടെ കാണുന്ന, എവിടെ ചെന്നാലും നമുക്കൊരു ഒരു പ്രിവിലേജ് ഉള്ളൊരു കാലഘട്ടത്തിൽ, അതെ, റെസ്പെക്റ്റും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം അത് വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് മാറുക എന്ന് പറയുമ്പം അത് പ്രത്യേകിച്ച് ഞങ്ങളൊരു ബിസിനസ് ഫാമിലിയാണ്. മാറുകയാണെങ്കിൽ നേരെ ഫാദറിൻ്റെ കൂടെയുള്ള ബിസിനസ്സിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നതിൽ അത്ര വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. ബ്രദറുണ്ട്, പുള്ളി ഫാമിലി ബിസിനസ്സിലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പിന്നെ നീ എന്താ പറയുക, ഇതിൻ്റെ പുറകെ പോകുന്നതിൽ നല്ല നീ വന്ന് ഞങ്ങളുടെ കൂടെ കൂട്, ഇവിടെ ഞങ്ങൾ ആളില്ലാതിരിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു സർട്ടൻ ലെവൽ ഓഫ് നോളജ് വേണമല്ലോ. ഇപ്പം തിരുപ്പൂർ എന്ന സ്ഥലത്ത് പോകണം, ഈ ക്ലോത്ത്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ആക്സസ് ഒക്കെ എങ്ങനെ കിട്ടുന്നത്? ഇപ്പോൾ തിരുപ്പൂർ പോയാൽ കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ അക്കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ആക്സസ് ഒക്കെ കിട്ടുന്നത്? അത് ശരിക്കും എൻ്റെ പത്രപ്രവർത്തനം എനിക്ക് മനോരമയിൽ എൻ്റെ ജീവിതം എനിക്ക് സിസ്റ്റം, എനിക്ക് നിരീക്ഷിക്കാനുള്ള ജന്മന ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് നിരീക്ഷിക്കണം. എൻ്റെ പത്രപ്രവർത്തനമാണ് ശരിക്കും എങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നാൽ അതിനെ എങ്ങനെ നിരീക്ഷിക്കണം, അതിനകത്ത് നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് മനോരമയിൽ എൻ്റെ ജീവിതം ഒത്തിരി എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ അസൈൻമെൻറ്റ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ അസൈൻമെൻറ്റ് ഉണ്ടാക്കി യാത്ര ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു വിധം ഇന്ത്യയിലെ ഒരു ഒത്തിരി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമങ്ങളിൽ എനിക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ യാത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ യാത്രകൾ ചെയ്യും. അങ്ങനെ ഈ തിരുപ്പൂരൊക്കെ പോയി അവിടുന്ന് കണ്ടു, കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടപ്പം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ എവിടെയൊക്കെ ചെന്നാൽ വാർത്ത ശേഖരിക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും നമുക്കൊരു ആക്സെപ്റ്റൻസും ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ ശരിക്കും എനിക്ക് പിന്നീട് ബിസിനസ്സിലേക്ക് എത്തിയപ്പോൾ അത് എനിക്ക് ഉപകാരപ്പെട്ടു ശരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഇപ്പം അക്കാലം സാർ നേരത്തെ മെൻഷൻ ചെയ്തു, വളരെ കുറഞ്ഞ വിലയ്ക്കാണ് പ്രൊഡക്ട്സ് ഒക്കെ വിറ്റ് പോയിണ്ടായിരുന്നത്. അപ്പോൾ തിരുപ്പൂർ പോയപ്പോൾ അനുഭവം എന്താണ്? അപ്പോൾ അവിടെ ഈ ക്വാളിറ്റി വൈസ് ഒക്കെ ആണെങ്കിലും സാർ പോപ്പീസ് ഒബ്വിയസ്ലി നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു ശരിക്കും നമ്മളെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് കുഞ്ഞുടുപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ എസ്പെഷ്യലി ഡൊമസ്റ്റിക്കും എക്സ്പോർട്ട് എന്നുള്ള സാധനം, ഞാൻ ഇക്കണോമിക്സാണ് ഡിഗ്രി, ഡൊമസ്റ്റിക്കും എക്സ്പോർട്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വേർതിരിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്വാളിറ്റി വേർതിരിവാണെന്നുള്ളത്. മറ്റേ ഞാൻ ചിന്തിച്ചിരുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടും നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കുന്നത് ഡൊമസ്റ്റിക്കും എന്നുള്ളത്, അതല്ല ശരിക്കും. അത് രണ്ടായിട്ടൊരു അതിർവരമ്പ് തന്നെ ഉണ്ടെന്നുള്ളത് ശരിക്കും ഞാൻ എൻ്റെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരുപ്പൂർ യാത്രയിലാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് ഞാൻ മാർക്കറ്റിലോട്ട് ചെന്ന് ഈ പറഞ്ഞ തിരുപ്പൂരിൽ ചെല്ലുന്ന സമയത്ത് ആർക്ക് വേണ്ടിയായി, അത് എക്സ്പോർട്ട് ചെയ്യാനാണോ അതോ നിങ്ങൾക്ക് നാട്ടിൽ വിൽക്കാനാണോ, കേരളത്തിൽ വിൽക്കാനാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കേരളത്തിൽ വിൽക്കാനാണ്. അപ്പം എനിക്കൊരു സ്ട്രീറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്, ആ സ്ട്രീറ്റ് പോയിക്കോ, ഖാദർപേട്ടിൽ പോയിക്കോ, ഇന്ത്യയിലോട്ട് വിൽക്കാനുള്ള പ്രൊഡക്റ്റ് അവിടെ കിട്ടുക. മറ്റേ വലിയ വലിയ ഫാക്ടറികളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പോർട്ടിനുള്ളതാണ്. ഞാൻ ഇവിടെ ചെല്ലുന്ന സമയത്ത്, ഈ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് ഡൈയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക്
നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ ഇത് വെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഈ സങ്കടം വരുന്ന രീതിയിലാണ്. വിഞ്ച് എന്നൊക്കെ കേട്ടില്ലേ, ശരിക്കും 2 ടൈപ്പ് ഡൈയിങ് ഉണ്ട്. സോഫ്റ്റ് ഫ്ലോ ഡൈയിങ് ഉണ്ട്, വിഞ്ച് ഡൈയിങ് ഉണ്ട്. അന്നത്തെ സമയത്ത് ഒരു സോഫ്റ്റ് ഫ്ലോ ഡൈയിങ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് 100 രൂപ മുതൽ മുകളിലോട്ടാണ് മിനിമം കോസ്റ്റ് പെർ കിലോഗ്രാം ഡൈ ചെയ്യാൻ. ഈ വിഞ്ച് ഏറ്റവും ടോപ്പ് 15 റുപ്പീസാണ്. സൾഫറൊക്കെ സൾഫർ പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാലത്തും കുഞ്ഞുങ്ങൾക്കല്ല, നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത കെമിക്കൽസാണ് ഇത് ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതും വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ ഇട്ടിട്ടാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അപ്പം ഞാൻ അപ്പോഴാണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഈ ബോക്സ്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പാറ്റാ ഗുളിക ഉണ്ടല്ലോ ഇതിട്ട് വെച്ചിരിക്കുന്ന കാരണം ഇത് അത്ര മോശം തുണിയാണ് ഈ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്ക് ഈ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് മാർക്കറ്റിൽ ചെന്നപ്പോഴാണ്. അപ്പോൾ അവിടെ വേറെ തന്നെ ലോകമായിരുന്നു. അതെ അതെ അതെ. ലാഭം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ശരിക്ക് നമുക്ക് അവിടെയാണ് നമ്മൾ ശരിയും തെറ്റും തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുക. ബിസിനസ്സിൽ ശരിയും തെറ്റും തിരഞ്ഞെടുക്കേണ്ട ഒരു മേഖലയായിരുന്നു ശരിക്കും. അവിടുന്ന് എനിക്ക് വേണമെങ്കിൽ കുറേ കാശുണ്ടാക്കാനാണ് എങ്കിൽ എനിക്ക് ആ ഞാനതിൻ്റെ തെറ്റുകളുടെ മേഖല അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ശരി എന്നുള്ള അതുകൊണ്ടാണ് ഞാനിന്ന് പോപ്പീസിൻ്റെ ബ്രാൻഡ് ആയിട്ടിരിക്കുന്നത് ശരിക്ക്. ഞാൻ ആ ശരിയുടെ മാർഗം തിരഞ്ഞെടുത്തു. എനിക്ക് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു മേഖലയിൽ നിന്നുള്ള വസ്ത്രം എനിക്ക് വേണ്ട എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതെനിക്ക് ഭയങ്കര സ്ട്രഗിളുമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ എത്തിക്സ് എന്തായാലും നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു. തീർച്ചയായിട്ടും. അതുപോലെ ഈ എമൗണ്ടിൻ്റെ വ്യത്യാസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഡൈയിങ്ങിന് തന്നെ ഇത്രയും കാശിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ട് വരുമ്പോഴേക്കും ആ എൻഡ് പ്രോഡക്റ്റിന് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരുന്നു സാർ ഒരു ബ്രാൻഡാക്കി വന്നപ്പോഴേക്കും, നാട്ടിലെത്തിച്ചപ്പോഴേക്കും? അതായത് കെട്ടുടുപ്പ്, ഈ ന്യൂ ബോണുള്ള ജബലാന്ന് പറയുക, കെട്ടുടുപ്പിനൊക്കെ എനിക്ക് 6 രൂപയൊക്കെയാണ് ഏറ്റവും മാക്സിമം വില. MRP എന്ന് പറഞ്ഞാൽ 6 രൂപ 7 രൂപയൊക്കെയാണ് ശരിക്ക്. ഡോട്ടുള്ളതിന് 7 രൂപയ്ക്കാണ് അന്നത്തെ പ്രൈസ്. ഞാൻ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് എൻ്റെ കസിൻസും റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പോയത്. ഇത് പക്ക എക്സ്പോർട്ട്, അതായത് വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പക്ക എക്സ്പോർട്ട് ഫാക്ടറികളിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴേക്കും അവരുടെ അടുത്ത ചോദ്യങ്ങളാണ് നിങ്ങളുടെ MOQ, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? അപ്പോൾ ഞാൻ അവരെ കണ്ണിലോട്ട് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഒരു സോഫ്റ്റ് ഫ്ലോ ഡൈയിങ് മിനിമം 150 to 1000 ഒക്കെയാണെന്നാണ് ഓരോന്നിൻ്റെ സൈസ്, അത് അറ്റ് എ ടൈം ചെയ്യാനുള്ള. അപ്പോൾ എൻ്റെ MOQ ഒരു 100 കിലോയൊക്കെയാണ്. ഇതൊരിക്കലും അഫോർഡബിൾ അല്ല. പക്ഷേ ഒരു പകുതിയായിട്ട് ചെയ്തു വരുമ്പം കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ എൻ്റെ കുഞ്ഞുടുപ്പ്, അത് കെട്ടുടുപ്പ് ആദ്യമായിട്ട് പോപ്പീസ് മാർക്കറ്റിൽ വെച്ചപ്പോൾ 60 രൂപയായിരുന്നു. ഈ 6 രൂപയുടെ സാധനം 60 രൂപയായിട്ടാണ് മാർക്കറ്റിൽ. 10 ഇരട്ടിയോളം വിലയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും കൊണ്ട് എങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങാൻ ധൈര്യം വന്നു സാർ? അവിടെ എനിക്ക് എൻ്റെ നാടിനോടൊരു നന്ദി പറയണം. ഞാൻ ഒന്ന് പത്രപ്രവർത്തകനായി ഞാൻ എല്ലായിടത്തും കൂടി സഞ്ചരിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പം മമ്പാട് MES കോളേജിലാണ് പഠിച്ചത്. അപ്പം അവിടെ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ചെന്നപ്പം ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷോപ്പ് നടത്തുന്നവരുണ്ട്. നമ്മുടെ ഷാജുവാണ് കൊണ്ടുവന്നത്, എന്നെ ഒരെണ്ണം മേടിച്ച് വയ്ക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അവർക്കും ഭയങ്കര ഇതായിരുന്നു. കാരണം ഇത്ര വില കൂടിയ പ്രൊഡക്റ്റ് വിറ്റ് പോവില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം അവിടെ വന്നു. അപ്പം ഞാൻ പറയും, നിങ്ങൾ അത് വിറ്റ് പോയിട്ട് എനിക്ക് കാശ് തന്നാൽ മതി, നിങ്ങൾ വെച്ച് നോക്കും. അത് കുറേ ആൾ, ഞാൻ പറഞ്ഞു, ഈ ബന്ധങ്ങളുടെ പേരിൽ എല്ലാവരും വെച്ച് നോക്കി. വാങ്ങിയ ആളുകൾ റിപ്പീറ്റ് ചോദിച്ചു വരാൻ തുടങ്ങിയതിലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹം. അധികം പുഷ് ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് എൻക്വയറീസ് വരികയായിരുന്നു. തീർച്ചയായിട്ടും. നമ്മൾ എന്താ പറഞ്ഞാൽ, വിറ്റിട്ട് കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വെച്ച കടകളിൽ വാങ്ങിയ ആളുകൾ തിരിച്ച് ചോദിച്ച്, പോപ്പീസൊന്നും അറിയില്ല ആളുകൾക്ക്, നല്ലൊരു ബോക്സിൽ, നല്ല ബോക്സൊക്കെ ആയിരുന്നു, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ബോക്സ്, ആ ബോക്സിലുള്ള പ്രൊഡക്റ്റ് അത് വേണം എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങി. ഈ ഡിഫറെൻറ്റ് ക്വാളിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കാര്യം കൂടെ ചോദിക്കാനാണ്. ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കുട്ടികളുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പം അന്ന് ക്വാളിറ്റി, ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഇന്നും മാർക്കറ്റിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാവാം. ഏറ്റവും സങ്കടകരമായ കാര്യം, അന്ന് ഞാൻ കണ്ടെത്തിയ ആ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ്, ആ മാർക്കറ്റും ഇന്നും സജീവമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്.
പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് ശരിക്കും ഒരു പോപ്പീസിന് എസ്പെഷ്യലി കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ പോപ്പീസിനൊരു അതിനൊരുപാട് പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു 40% മേഖലകളിൽ ഇന്നും ആ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് അതായത് കുട്ടികളുടെ ഡ്രസ്സിന് ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടികളുടെ സ്കിന്നുമായിട്ടും സ്കിന്നിൻ്റെ അലർജി, മറ്റുള്ള അസുഖങ്ങൾ, യൂറിൻ ഇൻഫെക്ഷൻ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഡ്രസ്സിന് ഒത്തിരി അത് ഫാബ്രിക്കിന് ഒത്തിരി പങ്കുണ്ട്. അത് കാരണം അറിയുമെന്നറിയില്ല, പോപ്പീസ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡ്രസ്സാണ്. ഞാൻ കണ്ടിരുന്നു, ഞാൻ കുറേ കോമൻസ് ഒക്കെ കണ്ടിരുന്നു, 1-2 പേരോട് പറഞ്ഞു എന്നുള്ളതൊക്കെ. അതെ അതെ അതെ. കോട്ടൺ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ അത് നമ്മളൊരു കോംബ്ഡ് ഫൈനസ്റ്റ് കോട്ടൺ എന്നുള്ളത് അതൊന്നും ഇന്ന് വരെ പോപ്പീസിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് അത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡ്രസ്സാണ്. എസ്പെഷ്യലി ന്യൂ ബോൺ ഡ്രസ്സിന് ഈ കുട്ടികളിൽ ഈ കരപ്പൻ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ യൂറിൻ ഇൻഫെക്ഷൻ, ഈ ഹീറ്റ് ഉണ്ടല്ലോ, ചൂട് തണുപ്പിനെയും കൺട്രോൾ ചെയ്യുന്നതിന് കോട്ടൺ ഒരു പങ്കുണ്ട്. നല്ല തണുപ്പുള്ള സമയത്ത് നല്ല കോട്ടൺ വെയർ നല്ലതാണ്. അതുപോലെ നല്ല ചൂടുള്ള സമയത്തും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കോട്ടണാണ്. ഇപ്പോൾ ഇൻ്റർനാഷണലി പോയി കഴിഞ്ഞാൽ നിറ്റഡ് കോട്ടൺ വെയർ ആണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഞാൻ സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണലി കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളിൽ അപ് ടു 2 years ഡ്രസ്സിൽ 80% നിറ്റഡ് കോട്ടൺ 100% കോട്ടൺ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഇന്ത്യയിലത് അടുത്ത കാലം വരെ നടന്ന പഠനത്തിൽ ഒരു 60 to 70% പോളിസ്റ്റർ ആയിരുന്നു അതിൻ്റെ. പക്ഷേ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അത്ര തണുപ്പുള്ള സ്ഥലങ്ങളുള്ളൂ, ചൂടാണ് കൂടുതൽ. എങ്കിൽ പോലും അത് നമ്മുടെ തെറ്റായ രീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമ്മുടെ നാട്ടിൽ വൻകിട കമ്പനികളൊക്കെ ഫോൾസായിട്ട് പറയാറുണ്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്ത ബ്രാൻഡാണെന്നൊക്കെ. അപ്പോഴാണ് അവർക്കൊരു കാശ് പോലും കൊടുക്കാതെ ഡോക്ടർമാർ പോപ്പീസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊരു വലിയ വിജയമായിരിക്കും പ്രോഡക്റ്റിൻ്റെ. തീർച്ചയായിട്ടും അത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ലാത്ത ആൾ. ഇപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ നോർമലി പറയാറില്ല, ഞങ്ങളിങ്ങനെ പോപ്പീസ് ഒന്നും പറയാറില്ല. എന്തെങ്കിലും യാദൃശ്ചികമായി സംസാരിക്കണമെങ്കിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയാണോ ഞങ്ങളിവിടെ വരുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നത്, അത് കേൾക്കുമ്പോഴല്ലോ അതാണ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു സംതൃപ്തി, ഒരു സംരംഭകൻ എന്നുള്ളതിൽ, ഒരു ഓണ്ടർപ്രണർ എന്നുള്ളതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാനും വൈഫും കൂടി പറയും, അത് കേൾക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. എത്ര പ്രൊഡക്റ്റ് വിറ്റ് നമുക്ക് ലാഭം കിട്ടി അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയൊരു സംതൃപ്തിയാണ് ശരിക്ക് അങ്ങനെ ഒരാൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, വലിയൊരു സന്തോഷമാണ് അത് ശരി. അപ്പോൾ ഈ മലബാറുകാരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നും പോപ്പീസ് നിലമ്പൂരുള്ള തിരുവാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കമ്പനികൾ വളർന്നു വരുന്ന സമയത്ത് ഒരു ബെറ്റർ സൗകര്യങ്ങൾ നോക്കി സിറ്റീസിലേക്ക് മാറുന്നൊരു പ്രവണത ജനറലി ഉണ്ട്. എന്തുകൊണ്ടാണ് പോപ്പീസ് ഇതുവരെ അങ്ങനെ ഒരു മൂവ് നടത്താത്തത്? അതൊരു ഒരു കഥയാണ് ശരിക്കും. അതായത് നിലമ്പൂർ താലൂക്കിലാണ് ഈ തിരുവാലി എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമമാണ്. നല്ല സ്നേഹമുള്ള, നല്ല സൗഹാർദ്ദമുള്ള, മലപ്പുറത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ ഒരു പൊട്ടുപോലെയുള്ളൊരു ചെറിയ വില്ലേജാണ്. അധികം ആളുകളൊന്നും അറിയാത്തൊരു വില്ലേജാണ്. അവിടെ ഞാൻ പറഞ്ഞ ഒരു യാദൃശ്ചികമായിട്ട് തിരുവാലിനെ ഞാൻ തുടങ്ങുന്നത്. കാരണം റോഡ് ആക്സസ്, ട്രെയിൻ ആക്സസ് എല്ലാം നോക്കിക്കൊണ്ടാണ് ശരിക്കും തിരുവാലിലെത്തുന്നത്. അവിടെ എത്തി, അവിടെ ഒരു കമ്പനി, പിന്നെ അത് അവിടുത്തെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലെടുത്തു. തിരുവാലിയിലെ ഗ്രാമത്തിലെ അവരുടെ പോപ്പീസായി മാറി. പിന്നെ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു മുമ്പൊക്കെ പല സമയത്തും പറഞ്ഞിരുന്നാകും, എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളിൽ 20 പേരെ വെച്ചാൽ ഞാൻ ഈ കമ്പനി തുടങ്ങുന്നത്. ആദ്യത്തെ എൻ്റെ ഫാക്ടറി തുടങ്ങി 20 പേരെ വെച്ചാൽ. അതിൽ ഏതാണ്ട് ഒരു 11 പേരും ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതിൽ ഒരു ദാക്ഷായണിയമ്മ എന്നുള്ള ഒരു ഏജായ അവരവരുടെ ഹസ്ബൻഡുണ്ടായിരുന്നു, ഹസ്ബൻഡ് മരിച്ചുപോയി. അവരുടെ മോള്, സെക്കൻഡ് ജനറേഷൻ മോള് എൻ്റെ കമ്പനിയിലുണ്ട്. മോളുടെ മോളും ഇപ്പോഴും എൻ്റെ കമ്പനിയിൽ തലമുറകൾ ഉണ്ട്. അതൊക്കെ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ മലയാളികളായ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ ഗ്രാമത്തിന് തന്നെ ഒത്തിരി എന്താ പറയുക, ഒരു കമ്പനി വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നുകൊണ്ട് ഒരുപാട് വികസനം ഉണ്ടായിന്ന്. അപ്പം ആ വികസനം നിലനിർത്തി ഞാനവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം വികസനം ഇല്ലാതായി പോകുന്നില്ല. പക്ഷേ നമ്മൾ നിലനിന്നുകൊണ്ട് എന്നെ നിലനിർത്തിയ ഒരു ഗ്രാമമാണ്. അപ്പം ഞാൻ നിലനിൽക്കുന്നതോളം ഒരു ഫാക്ടറി അവിടെ വർക്ക് ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും തിരുപ്പൂർ നമ്മൾ ടെക്സ്റ്റൈൽ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ മലപ്പുറത്ത് നിന്നൊരു ബ്രാൻഡ് വരുമ്പോൾ അക്കാരണം കൊണ്ട് ആരെങ്കിലും ക്ലോത്ത്സ് വാങ്ങാൻ മടി കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണല്ലോ സ്ഥലം. അത് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്.
അതായത് ഞാൻ ആദ്യം ഈ ഇതിൽ മുഴുവൻ നിങ്ങൾ പോപ്പീസിൻ്റെ ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, മൊത്തം അഡ്രസ്സ് പോപ്പീസ് ബേബി കെയർ പ്രൊഡക്ട്സ് മുഴുവൻ അഡ്രസ്സും തിരുവാലി, എല്ലാ പിൻകോഡ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടാണ് ഡേ 1 അടിച്ച അതേ ബോക്സിൻ്റെ അഡ്രസ്സ് ഇന്ന് വരെ ഞാൻ മാറ്റിയില്ല. ഇതുമായിട്ട് പോയി നമ്മൾ ആദ്യം മലപ്പുറത്തൊക്കെ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോയപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയപ്പം അന്ന് നമ്മുടെ ഈ മലബാർ മേഖലകളിൽ നിന്നുള്ള ബ്രാൻഡ് വളരെ വളരെ കുറവാണ്, എസ്പെഷ്യലി പ്രോഡക്ട്സ് വളരെ കുറവാണല്ലോ. അപ്പം വേറെ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഈ മലബാർ അല്ല അവിടെ നിന്ന് വരിക, അവിടെ നിന്ന് അതിന് ഗാർമെൻറ്റ്സിൻ്റെ ഫാക്ടറി നിന്നല്ലോ, എങ്ങനെ ഇത് അവിടെ നിന്ന് വന്ന് ആ ഒരു ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്നോട് പല ആളുകൾ ഉപദേശിച്ചു, നിങ്ങൾ വേറെ എന്തെങ്കിലും അഡ്രസ്സൊക്കെ മാറ്റിക്കോ. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഇവിടുന്ന് ആണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. പക്ഷെ ഞാനതിൽ ഉറച്ചു നിന്നു. കാരണം നമ്മൾ എവിടെ ആയിരിക്കുന്നോ അത് ആ അഡ്രസ്സ് തന്നെ വേണം. എന്നോട് മാറ്റാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞു എൻഡ് യൂസർ എന്തായാലും ഇത് നോക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്നോട് പറഞ്ഞ എൻഡ് യൂസർ, അതായത് കസ്റ്റമേഴ്സ് തന്നെ പറയും ഇത് നിങ്ങൾ വെറുതെ ഒട്ടിച്ചിരിക്കുകയാണെന്ന് പറയും. കാരണം ക്വാളിറ്റി കണ്ടിട്ട് അങ്ങനെ പറയുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. പക്ഷെ ഞാൻ ഇന്നും അത് തന്നെ തുടരുന്നു. പക്ഷേ എനിക്ക് എവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കാരണം കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുവാലി അറിയപ്പെടുന്നത് തന്നെ, അല്ലെങ്കിൽ തിരുവാലി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉടുപ്പുണ്ടാക്കുന്ന ഒരു ഗ്രാമം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ. അതിപ്പം എന്താ തിരുവാലിന്ന് വെക്കാൻ വേണ്ടി ആളുകൾ ഇപ്പോൾ പുതിയ വരുന്ന കമ്പനികളൊക്കെ തിരുവാലി അഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് പേര് ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് ഫാക്ടറീസ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അത് പണ്ടില്ലായിരുന്നു, പോപ്പിന് ശേഷമാണ് അതൊക്കെ വരുന്നത് അല്ലേ? ഇന്ന് ഏതാണ്ട് തിരുവാലി പഞ്ചായത്തിൽ തന്നെ എൻ്റെ രജിസ്റ്റർ ചെയ്ത് 50-നടുത്ത് കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, ചെറുതും വലുതുമായ യൂണിറ്റുകൾ തിരുവാലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കണക്ക് പ്രകാരം. ഇനി ഒത്തിരി വരാനുണ്ടെന്ന് എനിക്ക് സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് കാണുമ്പോൾ. ഒരുപാട് ടെക്നോളജി വികസനങ്ങൾ വരേണ്ട ഒരു മേഖല കൂടിയാണ് കുട്ടികളുടെ ക്ലോത്തിങ്. അവിടുന്ന് വരട്ടെ. അതുപോലെ ഈ തിരുവാലിയിൽ സർക്കാർ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുള്ള കാര്യം കേട്ടിരുന്നു, വായിച്ചിരുന്നു. അതെ, അതായത് കേരള ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയൊക്കെ തിരുവാലിയിൽ സ്ഥാപിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു കമ്മിറ്റി ഫോം ചെയ്തതിൻ്റെ ചെയർമാനാണ് ഞാൻ. പോപ്പീസ് അതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതൊക്കെ ഇതിന് ശേഷമാണ് പോപ്പീസ് ഹിറ്റായ അത് അക്കാരണം കൊണ്ടാണ് അവിടെ. തീർച്ചയായിട്ടും. അതായത് ഗവൺമെൻറ് തലത്തിൽ പഠനത്തിൽ ഇത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വില്ലേജിൽ ഇത്രത്തോളം ഒരു വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഗ്രാമം, വളരെ പോപ്പുലേഷൻ കുറഞ്ഞൊരു ചെറിയ വില്ലേജ്, ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ വില്ലേജാണ്. ഇത്രത്തോളം യൂണിറ്റുകളുള്ളൊരു, ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായമുള്ളത് ഗ്രാമം കേരളത്തിൽ. വുഡൊക്കെ ഉണ്ടാകും പല സ്ഥലങ്ങളിലും, പക്ഷേ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നത് കേരളത്തിൽ ആദ്യം തിരുവാലിയിലാണ്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ഗ്രാമത്തിനെ മൊത്തം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന തെളിവാണ് ശരിക്കും സാർ രീതിയിൽ നോക്കിയാണെങ്കിൽ. ദൈവാനുഗ്രഹം കൊണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ദൈവാനുഗ്രഹം കൊണ്ടും എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് എന്താ പറയുക അങ്ങനെയൊക്കെ നമുക്ക് ആയി തീരാൻ സാധിച്ചത്. എന്താ ഇനി അടിപൊളിയായിട്ട് പോട്ടെ. അതുപോലെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരുപ്പൂരിൽ നിന്നാണ് പ്രോഡക്റ്റ്സ് എടുക്കുന്നത്. എപ്പോഴാണ് ഒരു ഫാക്ടറി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലേക്ക് എത്തുന്നത്? എത്ര വർഷം അല്ലാതെ ഓപ്പറേറ്റ് ചെയ്തു? ഞാൻ ഈ നേരത്തെ പറഞ്ഞ MOQ എന്നുള്ള ഈ ഒരു വാൾ എൻ്റെ തലയുടെ മുകളിൽ നിന്നുകൊണ്ട്, കാരണം ഞാൻ ഇങ്ങനെ വലുതാവും തോറും ഈ MOQൻ്റെ ഫാക്ടറിയിൽ അടുത്ത ഫാക്ടറിക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിനെ തടഞ്ഞു നിർത്തും. എങ്ങോട്ടാ? അന്ന് ഡൊമസ്റ്റിക് ആളുകളെ കാണുന്നതേ എക്സ്പോർട്ട് കമ്പനികൾക്ക് അലർജി. അത്ര ഇന്ത്യയിൽ നിന്ന് അത്രത്തോളം എക്സ്പോർട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പല സമയത്തും എനിക്ക് വെറൈറ്റീസ്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൽ വെറൈറ്റീസ് വേണമല്ലോ, കളറുകളും ഉണ്ടെങ്കിൽ വൈവിധ്യങ്ങളുണ്ടെങ്കിലേ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വിറ്റ് പോകുള്ളൂ. അപ്പോൾ ഈ ഫാക്ടറികളിലേക്ക് നമ്മളുടെ എൻട്രി ഭയങ്കര, തിരുപ്പൂരിലെ ഫാക്ടറി എൻട്രി ഒരു 2 വർഷം കൊണ്ട് തന്നെ എനിക്ക് വലിയ ഫാക്ടറികളിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. സെക്യൂരിറ്റി കടത്തി വിടില്ല, കാണാൻ പോലും പറ്റില്ല, ഓണറെ കാണാൻ പോലും പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നാട്ടിലൊരു യൂണിറ്റ് തുടങ്ങാം, ഫാക്ടറി തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ തിരുവാലിയിൽ വന്നിട്ട് 2005 ഞാൻ 2003 ബ്രാൻഡ് തുടങ്ങുന്നത്. 2005 ഞാൻ ആദ്യത്തെ ഫാക്ടറി തിരുവാലിയിൽ തുടങ്ങുന്നത്. 20 പേരെ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 പേരെ വെച്ച് തുടങ്ങുന്നത്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നില്ല അന്ന്? ആ ഒരു ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ് റെഡി ആക്കിയിരുന്നത് ആ കാലത്ത്? ഫണ്ട് ഞാൻ എന്താ പറയുക, ബേബി സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഞാൻ കുഞ്ഞു സ്റ്റെപ്പാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ ജോലി ചെയ്തുണ്ടാക്കി കുറച്ച് കാശ്, പിന്നെ എൻ്റെ പപ്പ വന്ന കുറച്ച് എമൗണ്ടും എല്ലാം വെച്ചിട്ട് വളരെ ചെറിയൊരു വെച്ചിട്ടാണ് ഞാൻ തുടക്കിട്ടത്. അപ്പം മനസ്സിലായി ഇവിടെ ചെറിയ സ്റ്റെപ്പിന് ഇവിടെ സാധ്യതകളില്ല. എങ്കിലും ഞാൻ എൻ്റെ ഫാദറിന് ബിസിനസ് ലോണൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഫാദറിനോട് സംസാരിക്കാതെ, കാരണം ഈ ഡ്രസ്സ് വ്യവസായത്തിലേക്ക് ഇറങ്ങണ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ ബാങ്കിലൊരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് മാനേജറോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ലോൺ കിട്ടിയാൽ വലിയ കുഴപ്പമില്ലായിരുന്നു,
അപ്പം എത്ര പ്രൊജക്ട് റിപ്പോർട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ. അപ്പോൾ അന്ന് 10 ലക്ഷം രൂപയാണ് ബാങ്ക് മാനേജർ. അപ്പോൾ എന്താ വ്യവസായം, എന്താ ഷാജുവിന് എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗാർമെൻറ്, എന്നെ ഷാജു അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഗാർമെൻറ്റ്സിൻ്റെ യൂണിറ്റാണ്. അപ്പം പുള്ളി എന്നെ നേരെ ഒരു ഓഫീസറെ അടുത്ത് പറഞ്ഞയച്ചു, എന്നെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗാർമെൻറ്റ് കേരളത്തിലെല്ലാം പരാജയമാണ്, ഒരിക്കലും ഇന്ത്യയിൽ തന്നെ ഗാർമെൻറ്റ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്, ഒരിക്കലും വിജയിക്കില്ല. നിങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങിക്കോ. അന്ന് നമ്മുടെ ഒരുപാട് ഈ കറി പൗഡർ ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ, പ്രാദേശികമായിട്ട് ഇതിനൊക്കെ ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അഡ്വൈസ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടാക്കാനാണ് സാറേ വന്ന്, എനിക്ക് ഇതിനെന്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അങ്ങനെ ആ മാനേജറും ആ ഓഫീസറും കൂടി ചേർന്ന് തീരുമാനമെടുത്തു 1 ലക്ഷം രൂപ എനിക്ക് ആദ്യമായിട്ട് ലോൺ തന്നത്. അതെനിക്ക് ഒട്ടും സഫീഷ്യൻ്റ് അല്ലായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനങ്ങനെ എന്താ പറയുക, പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് വെക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഭാഗ്യം പോലെ ആ കാനറ ബാങ്ക് SME ബ്രാഞ്ച്, SME എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് ബ്രാഞ്ച് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു. അവിടെ ഒരു മാനേജർ, ദൈവദൂതനെ പോലൊരു മാനേജർ, ഒരു ചന്ദ്രരാജ് എന്ന് പറഞ്ഞൊരു സാറ് വന്നു. സാർ എൻ്റെ ഒരു പാഷനും എനിക്ക് വ്യവസായം ചെയ്യാനുള്ള താല്പര്യം കണ്ടപ്പോൾ സാർ എൻ്റെ എന്താ പറയുക, എൻ്റെ കൂടെ നിന്ന് സാർ എന്നോട് പറഞ്ഞു ആ ലോൺ പുള്ളി എന്നെ 10 ലക്ഷം ആക്കുന്നു. പുള്ളിക്ക് 3 വർഷം ആ കാലാവധിക്കുള്ളിൽ പുള്ളി പോകുന്നതിന് മുമ്പ് അത് 1 കോടി രൂപ ലോണാക്കിയിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും അത് എനിക്ക് ശരിക്കും ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. എന്താ പറയുക, ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ചിലപ്പം പല കാര്യങ്ങളിലും ഒരു എന്താ പറയുക ചേഞ്ച് മേക്കർ എന്ന് പറയില്ലേ, എന്താ പറയുക മാറ്റം സൃഷ്ടിക്കുന്നവർ അവരെ പോലുള്ള ആളുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. പലരും ഇന്നത്തെ ട്രെൻഡ് നോക്കി ബാക്കിയുള്ളവർ ചിന്തിച്ചപ്പോൾ പുള്ളി ഭാവിയിലെ ട്രെൻഡ് പഠിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ സാറിനെ സപ്പോർട്ട് ചെയ്തു. അതെ, അതിനകത്ത് എല്ലാവരും നോക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് എന്ത് സംഭവിച്ചു ലോകത്തിൽ, ആ ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ എന്ത് സംഭവിച്ചാലും അദ്ദേഹം നോക്കിയത് ഓൺട്രപ്രണർ എങ്ങനെയാണ്, ആ സംരംഭകൻ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണ്, അദ്ദേഹത്തിന് ഇതിലെന്ത് നോളജ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അദ്ദേഹം. ഞാൻ പിന്നീട് പുള്ളി ഇവിടുന്ന് റിട്ടയർമെൻറ്റ് സമയത്ത് അല്ല ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞാണ് ഞാനൊരു സംരംഭകനെ നോക്കിയിട്ടാണ് ഞാൻ ഈ ലോൺ സാങ്ഷൻ ചെയ്തതെന്നാ. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ആ സപ്പോർട്ടോടെ നമ്മൾ കുട്ടികളുടെ ഉടുപ്പ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പോപ്പീസിന് എത്ര പ്രൊഡക്ട്സ്, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്? കുട്ടികളെ ഡ്രസ്സാണ്, കുഞ്ഞുങ്ങളുടെ നമ്മുടെ ബേബി സ്റ്റെപ്സ് ആയിരുന്നു ആദ്യം. കുഞ്ഞുങ്ങളെ 2 വയസ്സുള്ള ഡ്രസ്സായിരുന്നു പോപ്പീസിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയത് അറിയായിരിക്കുമല്ലോ അല്ലേ. ആ സമയത്താണ് ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ പോപ്പീസ് ബേബി കെയർ എന്നായിരുന്നു നമ്മുടെ പേര് തന്നെ. എനിക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ബേബി കെയർ പ്രൊഡക്ട്സ് ലോകം മുഴുവൻ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിന് ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്യാറുണ്ടെങ്കിലും വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ബേബി കെയർ പ്രൊഡക്ട്സ് തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നം. അതിനകത്ത് ഞാൻ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിലൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു സ്റ്റോർ തുടങ്ങുക, ബേബി ഷോപ്പ് തുടങ്ങുക എന്നുള്ള പോപ്പീസിൻ്റെ. അതൊരുപാട് വർഷം എടുത്തു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇവിടെ വെക്കുന്ന സമയത്ത് പോപ്പീസിൻ്റെതായ പ്രൊഡക്ട്സ് വേണം മുഴുവനായിട്ട്. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് സോപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കുട്ടികൾക്ക് ഡയപ്പർ, ബേബി ഓയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഇത് ഞാൻ എല്ലാവരോടും ചർച്ച ചെയ്യുമ്പം എല്ലാവരും പറഞ്ഞു ഡ്രസ്സ് മാതിരിയല്ല. അവർ ഡ്രസ്സിനെ അപ്പോഴും സീരിയസ് ആയി കാണുന്നില്ല, ഞാൻ ഡ്രസ്സിനെ അതിൽ സീരിയസ് ആയി കാണുന്നുണ്ട്. കുട്ടികളുടെ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് സോപ്പും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്. അപ്പോൾ അത് ആളുകൾ വലിയ വലിയ ബ്രാൻഡുണ്ട്, ഇപ്പോൾ തന്നെ കേട്ടില്ല ആ ബ്രാൻഡിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് അതിൽ ആര് പറഞ്ഞാലും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ തിരഞ്ഞെടുക്കും. ഞാൻ എന്ത് ചെയ്തു, കേരളത്തിൽ തന്നെയുള്ളൊരു കമ്പനിയിൽ ഞാൻ അതിൻ്റെ 35% സ്റ്റേക്ക്, ഒരു ഇതുപോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഞാൻ എടുത്തൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 35% സ്റ്റേക്ക് ഞാൻ മാനുഫാക്ചർ. അവിടുന്നാണ് ഞാൻ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, ഇന്നും അവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങുന്നതിലും ഏത് റോ മെറ്റീരിയൽ വാങ്ങുന്നത് ഫോർമുല നമ്മുടെ പോപ്പീസിൻ്റെ സ്വന്തം ഫോർമുലയാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ എനിക്ക് എന്താ പറയുക കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു. അത് അമ്മമാരത് 2 കൈ നീട്ടി സ്വീകരിച്ചു. പോപ്പീസിൻ്റെ സോപ്പൊക്കെ ഇപ്പോൾ ഹിറ്റാണ്. ഈ കമ്പനികളിൽ സ്റ്റേക്ക് എടുത്തുകൊണ്ട് തന്നെ ആ ഡിസിഷനിലും മാനുഫാക്ചറിങ്ങിലെ ഒരു കൺട്രോളിലും സാറിനൊരു സേ ഉണ്ട്. തീർച്ചയായും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയില്ല. അതേപോലെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവി വാഗ്ദാനമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നേഹം ചാലിച്ച് തന്നെയാണ് ഞാൻ പോപ്പീസിൻ്റെ ഓരോ പ്രൊഡക്റ്റും തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ ഞാൻ ആ ശ്രദ്ധ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സോപ്പ് പോലുള്ള അല്ലെങ്കിൽ ഓയിൽ പോലുള്ള ബേബി ക്രീം പോലുള്ള പ്രൊഡക്റ്റിൽ അത് ശ്രദ്ധ നല്ലോണം വേണ്ട ഒരു മേഖലയാണ്. അപ്പം അതിൽ എനിക്ക് ഒത്തിരി ആ ഒരു സ്റ്റേക്ക് എടുത്ത് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കുട്ടികൾ
പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അമ്മമാരും. റീസെൻ്റ്ലി പോപ്പീസ് മറ്റൊരു ബ്രാൻഡും സ്റ്റാർട്ട് ചെയ്തതായിട്ട് വായിച്ചു. അപ്പോൾ അതിനെപ്പറ്റി സാർ ഒന്ന് പറയാമോ? ഇന്നത്തെ അമ്മമാർക്ക് പഴയ അമ്മമാരിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നത്തെ അമ്മമാരെല്ലാവരും ജോലി ചെയ്യുന്ന അമ്മമാരാണ്. പിന്നെ എല്ലാവരും പുറത്തു പോകുന്ന അമ്മമാരാണ്. പണ്ട് ഒരു പ്രഗ്നൻ്റ് ആവുന്ന ഒരമ്മ മിക്കപ്പോഴും ഒരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ വസ്ത്രം മതി. ഇന്ന് അതിനകത്ത് നിന്ന് ഒത്തിരി മാറ്റം വന്നു. അതുപോലെ വളരെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആളുകൾ ഇൻ്റർനാഷണലിലുള്ള അമ്മമാരെയൊക്കെ അടുത്ത് കാണാൻ തുടങ്ങി. അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം മദർ കെയർ പോലുള്ള ബ്രാൻഡ്സ് ഓൾറെഡി ലോകത്ത് മുഴുവൻ അമ്മമാർക്ക് വേണ്ടി പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നല്ല. അങ്ങനെ ഞാൻ എൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞിട്ടാണ് പോമീസ് എന്ന് പറഞ്ഞിട്ട് പോപ്പീസിൻ്റെ പി മാറി അവിടെ എം വന്നിട്ട് പോമീസ് മദർ എന്നുണ്ട് പോമീസ് എന്ന പേരിലൊരു മദർ കെയർ ബ്രാൻഡ് ഞങ്ങൾ തുടങ്ങി. ഇപ്പം ഞങ്ങൾക്ക് 3 ഔട്ട്ലെറ്റ് തുറന്നു കഴിഞ്ഞു. ഒരു 3 ഔട്ട്ലെറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്ക് ഞാൻ പറഞ്ഞാലത് കുറച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം സക്സസ് ആണ് ആ ബ്രാൻഡ്. ആളുകൾ പോപ്പീസിൻ്റെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ആളുകൾ വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ അമ്മമാർ വരുന്നത്. അവർ ഹാപ്പിയാണ്. അതിലിപ്പോൾ ഒത്തിരി വൈവിധ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മമാർക്ക് വേണ്ട ഒരുപാട് ഞാൻ ഇൻ്റർനാഷണലൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്തെല്ലാം നമുക്ക് വൈവിധ്യവൽക്കരണം നടത്താൻ പറ്റും അതെല്ലാം ഞങ്ങളിപ്പം ആ ബ്രാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി പോകുന്നു. എവിടേക്കാണ് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പോമീസിൻ്റെ? ഇപ്പോൾ കോഴിക്കോടുണ്ട്, കോട്ടക്കൽ നമ്മുടെ നാട്ടിൽ തന്നെ, മഞ്ചേരിയുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, തൃശ്ശൂർ, കണ്ണൂർ അതിൻ്റെ സ്റ്റോറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസം തന്നെ 2 തുറക്കും. പോപ്പീസിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആംഗിളിലേക്ക് നമുക്കൊന്ന് വരാം. അതായത് തുടക്കകാലത്ത് അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോൺ സജീവമല്ല. അപ്പോൾ അക്കാലഘട്ടത്തിൽ തുടങ്ങുന്ന ഒരു ബ്രാൻഡാണ് പോപ്പീസ്. അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി, രീതികളൊക്കെ എങ്ങനെയായിരുന്നു?